മമ്മ എനിക്ക് സമൂസ കച്ചോറി ഉണ്ടാക്കി തരാം. നീ ഉണ്ടാക്കൂ സ്വന്തം. അമ്മ ഉണ്ടാക്കി തരാം. അങ്ങനെ എപ്പോഴും അമ്മ ഉണ്ടാക്കി ശരിയാവില്ലല്ലേ? അല്ല, എന്റെ അമ്മ അങ്ങനെയായിരുന്നു പണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി തരാൻ പറയും, അമ്മ പറയും സ്വന്തം പഠിക്കണം. അങ്ങനെയാണ് ഞാൻ ഓരോ എന്താ ഞാൻ പഠിക്കാത്ത മലയാളി ഫുഡ് അത്ര അറിയില്ല, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അത് ഇവിടെ മുമ്പെന്ന് പറയാൻ പാടുണ്ടോടോ. ഞാൻ ഒരു മോളെ പണിക്ക് വിടുന്ന സമയത്ത് അപ്പൊ ഞാൻ കം ടു ദ പോയിന്റ്, നീ അങ്ങോട്ട് അടുക്കളയിൽ കേറുക, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വരാം. എന്തായാലും പൂജ സമയം കഴിഞ്ഞോട്ടെ, എന്നിട്ട് എന്തായാലും രാത്രി നിങ്ങൾ കഴിച്ചിട്ടേ പോളൂ. നോക്കട്ടെ ചിലപ്പോ. അപ്പൊ എന്നാ വേഗം പോയി ഉണ്ടാക്ക്. ഓക്കെ. 3 ആല് ബോയിൽ ചെയ്യാൻ വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് അത് ബോയിലാവുന്ന സമയം കൊണ്ട് നമുക്ക് ഡോ ഉണ്ടാക്കാം. ഞാൻ എൻ്റെ മോളെ കൊണ്ട് മാവ് കുഴയ്ക്കാമെന്നാണ് വിചാരിപ്പിക്കുന്നത്. ഓക്കെ, ആ മാവിൽ കുറച്ച് ഉപ്പിട്ടു, പിന്നെ അജ്വൈൻ ഇട്ടു. പാത്രത്തിൻ്റെ വൃത്തികേട് കണ്ട് നോക്കണ്ട കേട്ടോ. കച്ചോറി ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അത് കുഴച്ചതിൻ്റെ വൃത്തികേടാണ് ആ പാത്രത്തെ കാണുന്നത്. സെയിം അതിൻ്റെ ഡോ മാറ്റി വെച്ചിട്ട് ഞാൻ സമൂസേൻ്റെ ഡോ ഇട്ടതാണ്. പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തു. ഞാൻ ഉപയോഗിച്ചേക്കുന്നത് വെളിച്ചെണ്ണയാണ്. ശരിക്കും വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുക, ഓയിലാണ്. പക്ഷെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കുറച്ച് നല്ല കട്ടിയായിട്ടാണ് സമൂസയ്ക്ക് കുഴക്കേണ്ടത്. കച്ചോരിക്ക് ഞാൻ മുമ്പേ കുഴച്ചിരുന്നു, അത് ഭയങ്കര ലൂസായിട്ടാണ്. പക്ഷേ ഇത് കച്ചോരി ഞാൻ കാണിക്കാം, പക്ഷെ ആദ്യം സമൂസയാണ് കേട്ടോ നമ്മൾ എപ്പിസോഡ് ഇടുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക, നല്ല കട്ടിയായിട്ട്. ഇതുപോലെ ഇങ്ങനെ കട്ടിയായിരിക്കണം മാവ്, അല്ലാണ്ട് ലൂസാവരുത്. എന്നിട്ട് നമ്മളൊരു തവ വെച്ചു, ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തിട്ട് വാങ്ങി. ഉരുളക്കിഴങ്ങ് നമ്മൾ ബോയിൽ ചെയ്തിട്ട് വാങ്ങി, എന്നിട്ട് അതിൻ്റെ തോലൊക്കെ നമ്മൾ കളഞ്ഞു. എന്നിട്ട് ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്യണം. മോളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളൊരു കടായി വെച്ചു, കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. കുറച്ച് മതി, അത് ഭയങ്കര ഓയിലി ആവണ്ട. പിന്നെ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തതിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. എനിക്ക് നല്ല കോൾഡാണ് കേട്ടോ, അതുകൊണ്ട് എൻ്റെ സൗണ്ടിലൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവും. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് അനുസരിച്ചിട്ട് എരിവ് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. ഓയിൽ നന്നായി ചൂടായിട്ട് അതിൽ ജീരകം ഇട്ട് കൊടുത്തു. ജീരകം ഒന്ന് പൊട്ടിയിട്ട് അതിൽ അജ്വൈൻ ഇട്ട് കൊടുത്തു. അജ്വൈൻ എന്ന് പറഞ്ഞാൽ അയമോദകം, നമ്മളെ നാട്ടിൽ അയമോദകം കിട്ടില്ലേ, അതാണ് കേട്ടോ നമ്മൾ അജ്വൈൻ എന്ന് പറയണത്. എന്നിട്ട് ഈ മസാലകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമ്മളത് ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളതിൻ്റെ മിക്സ്ചറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇത്ര ഓയിൽ യൂസ് ചെയ്യാറില്ല, ഞാൻ വളരെ കുറച്ച് ഓയിലിൻ്റെ ആളാണ്. പക്ഷേ ഇതിന് വേറെ വഴിയില്ല കേട്ടോ. ബാക്കിയൊക്കെ അവൾ ഉഷാറാണ്. ചപ്പാത്തി പറഞ്ഞ കാര്യത്തിൽ മാത്രം ഇല്ല. പക്ഷെ ഇത് പരത്തുന്നതിന് ഒരു രീതി ഉണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഇതിങ്ങനെ റൗണ്ടിലാക്കിയിട്ട് പറഞ്ഞ പോലെ റൗണ്ടിലാക്കിയിട്ട് ഓവൽ ഷേപ്പാക്കി മാറ്റണം കേട്ടോ. വട്ടത്തിലല്ല, ഇങ്ങനെ ഈ കാണുന്ന പോലെ നീളത്തിലാണ് പരത്തേണ്ടത്. എന്നാലേ നമുക്കതിൻ്റെ നടുക്ക് മുറിക്കണം. അതിനോണ്ടാണ് നമ്മൾ നീളത്തിൽ ഇതാക്കണത് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ നടുക്ക് മുറിച്ചിട്ട് ഇങ്ങനെയാണ് 2 പീസാക്കി നമ്മൾ. ഇനി അതിനുള്ളിൽ നമുക്കത് ഫില്ല് ചെയ്യണം. കുറച്ച് ഓയിലല്ല കേട്ടോ, വെള്ളമാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് അതിനെ കൈകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് കൈകൊണ്ട് ഈ പറഞ്ഞ പോലെ ആക്കണം. ഇതെൻ്റെ വീട്ടിലുള്ള നിൽക്കുന്ന കുട്ടിയായി ഇത് ചെയ്യണത് കേട്ടോ. കാരണം അതെനിക്ക് അത്ര അവർ ചെയ്യണ അത്ര അവർ സ്ഥിരമായി ചെയ്തിട്ട് അവർ യൂസ്ഡാണ്. പക്ഷെ എനിക്കത് അത്ര അങ്ങോട്ട് വരില്ല. അപ്പോൾ വളരെ വൃത്തിയായി കിട്ടണം വെച്ചെങ്കിൽ അവൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവളെ കൊണ്ടാട്ടോ ചെയ്യിക്കണത്. ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ കോണ് പോലെ നമ്മൾ ആക്കിയിട്ട് അതിനുള്ളിലേക്കാണ് കേട്ടോ ഈ മസാല ഇടേണ്ടത്. എന്നിട്ട് അതിന് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ അടയ്ക്കണം. പിന്നെ ഈ തൊട്ട് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ. നമ്മൾ മൈദയാണല്ലോ യൂസ് ചെയ്തേക്കുന്നത്, അപ്പോൾ വെള്ളം ആവുന്ന സമയത്ത് അത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. സോ ഈ രീതിയിലാണ് അത് മടക്കേണ്ടത്.
ചൂടായ എണ്ണയിലേക്ക് നമ്മൾ സമൂസ ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ നമ്മളപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എങ്കിൽ അത് ഒട്ടിപ്പിടിക്കും, മൈദയല്ലേ. പോയി ഓഫ് ചെയ്തോ? സോ നമ്മളെ സമൂസ ഇട്ടു. എന്റെ മോള് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. കള്ളത്തെയാണ്, പകുതി പണി എപ്പോഴും ചെയ്യും, ബാക്കി എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ഒരു ഭാഗം മൂക്കുമ്പോൾ മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ശരിക്കും പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലത്. കാരണം അവർ യൂസ് ചെയ്ത എണ്ണയിൽ തന്നെ ആയിരിക്കും പിന്നെയും പിന്നെയും നമുക്ക് പൊരിച്ചു തരാം. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച്.